Hi dear friends, welcome back to our channel Renu Honeyros Beauty World. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാധനം. ഓസിസ് പ്ലസ് ഡസ്റ്റിൻ പൗഡർ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഡസ്റ്റിൻ പൗഡർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡസ്റ്റിൻ പൗഡർ യൂസ് ചെയ്യുന്നതിനുള്ള ഉപയോഗം എന്നൊക്കെയാണ് പലരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഡസ്റ്റിൻ പൗഡർ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓസിസിൻ്റെ ഷോസ്കോഫിൻ്റെ ആണ്, ഓസിസിൻ്റെ ആണ്, പൗഡറാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത് ചെയ്ത് ബാക്ക് കോമ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്ക് കോമ്പ് കറക്റ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ഡമ്മിയിൽ തന്നെയാണ് ഡസ്റ്റിൻ പൗഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ ക്രിമ്പ് ചെയ്തതിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഡസ്റ്റിൻ പൗഡർ ഇട്ട് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള രീതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നോർമലായിട്ട് ഈ സൈഡിൽ നമ്മൾ വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, നോർമലായിട്ട് ജസ്റ്റ് അയൺ ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് കോമ്പ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിതിലിപ്പം ബാക്ക് കോമ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു പൊസിഷനിൽ ബാക്ക് കോമ്പ് നിൽക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കോമ്പ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ താഴ്ന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഡസ്റ്റിൻ പൗഡർ ഇതിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നല്ല ഓയിലി ആയിട്ടൊക്കെ വരുന്നൊരു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡസ്റ്റിൻ പൗഡർ ഇടുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആകും. അപ്പോൾ ബാക്ക് കോമ്പ് കൊടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതെ നമ്മൾ ഓൺലി ഹെയറിൽ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ടാപ്പ്, ഈ ഒരു മെത്തേഡ്. അത് നമ്മൾ കൂടുതലൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിഞ്ഞുകൂടെ, ഇത്രയും ഭാഗത്ത് മാത്രമേ ഞാൻ ഡസ്റ്റിൻ പൗഡർ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോട്ടൊന്ന് കോമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് ബാക്ക് കോമ്പ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ബാക്ക് കോമ്പ് നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഈ മുകളിൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. അതേസമയം ഇവിടുത്തെ മുകളിൽ കുഞ്ഞു മുടികൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഡസ്റ്റിൻ പൗഡർ നമ്മളിപ്പോൾ യൂസ് ചെയ്തത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ വെച്ചിരുന്നാലും ഈ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും. ഒന്നും കൂടെ കാണിക്കാം. ഡസ്റ്റിൻ പൗഡർ ഇങ്ങനെ എടുത്തതിന് ശേഷം, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുത്തതിന് ശേഷം ഹെയറിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ടാപ്പ്. ഇതിപ്പോൾ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു 55 ബ്രൈഡ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാക്ക് കോമ്പ് കറക്റ്റ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഫിനിഷിങ് ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്നും നമ്മളിപ്പോൾ ചിലർ ബാക്ക് കോമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഭാഗവും എല്ലാം ഇതുപോലെ ഒരു മെസ്സി ആയിട്ട് ഈ ഒരു ഭാഗം എങ്ങനെയാണോ അതുപോലെ ഇവിടെ കാണും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് ശേഷം നമുക്ക് എത്ര ഹൈറ്റ് വേണോ ആ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ലെവലിൽ നമുക്ക് ആ ഒരു ബാക്ക് കോമ്പ് നിൽക്കും. ഈ ഒരു കറക്റ്റ് ആ ഹൈറ്റിൽ നമുക്ക് നിൽക്കും. ഇങ്ങനെയാണ് ബാക്ക് കോമ്പ് നമ്മൾ ഡസ്റ്റിൻ പൗഡർ ഇട്ടിട്ട് നമുക്ക് നമ്മളിപ്പം ഇത് റിമൂവ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ നമുക്ക് നമ്മൾ റിമൂവ് ചെയ്തിരുന്നാലും ആ ഒരു വോളിയം നമുക്ക് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ബാക്ക് കോമ്പ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതും കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. നമ്മളെപ്പോഴും ആദ്യം ഈ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആദ്യം കോമ്പ് ചെയ്ത് മാറ്റി വേണം, എന്നതിന് ശേഷം വേണം മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഡസ്റ്റിൻ പൗഡർ ഇട്ടത് കൊണ്ട് നമ്മുടെ ഡമ്മി
നമുക്ക് വാഷ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ. എന്നിരുന്നാലും ഇവിടുത്തെ ആ ഒരു ബാക്ക് കോമ്പ് അങ്ങനെ തന്നെ നിൽക്കുക, അത് പോകത്തില്ല. ബാക്കി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്ത ബാക്ക് കോമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ ഇങ്ങനെ മാറ്റിയാൽ മതി, നന്നായിട്ട് റിമൂവായി പോകും. കണ്ടോ, ഇതുപോലെ റിമൂവായി പോകും. അത് കുറച്ച് കഴിയുമ്പോഴേക്കും ആ ബാക്ക് കോമ്പ് നമ്മൾ ചെയ്തത് മൊത്തത്തിൽ താഴ്ന്ന് നമ്മൾ ചെയ്യുന്ന ടൈമിൽ മാത്രമേ നല്ല ഹൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നന്നായിട്ട് താഴ്ന്നു പോകും. ഇതിലിപ്പോൾ നമ്മുടെ ബാക്ക് കോമ്പ് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയും ഈ സൈഡിൻ്റെയും വ്യത്യാസം നിങ്ങൾ മാത്രം നോക്കിയാൽ. ഇത് നമ്മളിപ്പോൾ ഡസ്റ്റിൻ പൗഡർ ഇട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കും. അതേസമയം ഇത് അങ്ങനെയല്ല, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഡസ്റ്റിൻ പൗഡർ ഇട്ട് നമ്മൾ വോളിയം കൂട്ടി നമ്മൾ ബാക്ക് കോമ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബാക്ക് കോമ്പ് കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഡസ്റ്റിൻ പൗഡർ കൊണ്ടുള്ള യൂസിങ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഡസ്റ്റിൻ പൗഡർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായത്, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഡസ്റ്റിൻ പൗഡർ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ആകാതെ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. അതുപോലെ ഹെയർ സ്പ്രേ ആയിരുന്നാലും നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതെ വേണം നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ക്രിമ്പിങ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡസ്റ്റിൻ പൗഡറായി. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാണ് എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ, സീ യു.